എല്ലാവർക്കും നമസ്കാരം. ലിജിയാസ് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ക്ലീൻ ചെയ്ത ഫ്രഷ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 1/2 കിലോ, ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു ചെറുനാരങ്ങയുടെ പകുതി. ചിക്കനിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ചൂടായി വരുന്ന പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ചൂടായി വരുന്ന ഓയിലിലേക്ക് ചിക്കൻ ഇടുക. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടായി വരുന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉണക്കമുളക് 3 എണ്ണം, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മസാല മുഴുവനും ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല ഡ്രൈ ആവുന്നത് വരെ വേവിച്ചെടുക്കണം. വളരെ ടേസ്റ്റിയായ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.